നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ജർമ്മനിയെ മറികടക്കുമെന്ന് പ്രവചനം. ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജർമ്മനി ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി തുടരുന്ന സാഹചര്യമാണ് ഉള്ളതെങ്കിലും ദശാബ്ദത്തിന്റെ അവസാനത്തോടെ ഇന്ത്യ അതിനെ മറികടക്കുമെന്ന് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിക്ക് വേണ്ടി കൊളോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക് റിസർച്ച് വെളിപ്പെടുത്തി. ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ കണക്കുകൂട്ടലുകൾ പ്രകാരം ജർമ്മനിയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം കഴിഞ്ഞ വർഷം 5052 ബില്യൺ യൂറോയ്ക്ക് തുല്യമായിരുന്നു. ജർമ്മനി വീണ്ടും 4431 ബില്യൺ യൂറോ നേടി ജപ്പാനെ 4ാം സ്ഥാനത്തേക്ക് താഴ്ത്തുകയും ചെയ്തു. 2025 30,779 ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക ഉൽപാദനവുമായി USA 1ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. തൊട്ടു പിന്നാലെ 19,513 ട്രില്യൺ ഡോളറുമായി ചൈന 2ാം സ്ഥാനത്തെത്തി. ജർമ്മനി 0 വളർച്ചാ നിരക്ക് തുടരുകയാണെങ്കിൽ വിതരണ സംഘർഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. 2026 പോലും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ജർമ്മനി ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി തുടരാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ ചൈനയെ മറികടന്നു. ഏകദേശം 1.5 ബില്യൺ നിവാസികളുണ്ട്. അതേസമയം ജർമ്മനിയിൽ 83.5 ദശലക്ഷം ജനങ്ങളാണുള്ളത്. മാത്രമല്ല ഇന്ത്യ ശരാശരിയേക്കാൾ ഉയർന്ന നിരക്കിൽ വളരുകയാണ്. ജർമ്മനിയുടെ യഥാർത്ഥ മൊത്ത ആഭ്യന്തര ഉൽപാദനം 2025 ആദ്യമായി വീണ്ടും വളർന്നു 0.2%. മുമ്പ് തുടർച്ചയായ 2 വർഷം ഇത് ചുരുങ്ങിയിരുന്നു. കുറച്ചു കാലമായി കൂടുതൽ ചലനാത്മകമായി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകളെക്കാൾ ജർമ്മനിയും ജപ്പാനും ഇപ്പോൾ പിന്നിലാണ്. USA-യും ചൈനയും ഉയർന്ന സാങ്കേതിക വിദ്യയിലും കൃത്രിമ ബുദ്ധിയിലും വലിയേട്ടന്മാരാണ്. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ US ആണ്. മ്യൂണിക്ക് വിമാനത്താവളത്തിലെ ശൈത്യകാല കുഴപ്പങ്ങൾ കാരണം രാത്രി മുഴുവൻ പാർക്ക് ചെയ്ത വിമാനത്തിൽ 123 യാത്രക്കാർ കുടുങ്ങി. ആവശ്യത്തിന് ഭക്ഷണമോ പുതപ്പുകളോ ഇല്ലാതെയാണ് യാത്രക്കാർ തണുപ്പിനെ അതിജീവിച്ചത്. ലുഫ്താൻസ എയർബസ് A320 നിയോ 123 യാത്രക്കാരുമായി കോപ്പൻഹേഗനിലേക്ക് പറക്കേണ്ട വിമാനമായിരുന്നു. മ്യൂണിക്കിൽ നിന്ന് കോപ്പൻഹേഗനിലേക്ക് 1 മണിക്കൂർ 35 മിനിറ്റും നീണ്ടു നിൽക്കുന്ന പറക്കലിന് വേണ്ടി കാത്തിരുന്നത് വെറുതെയായി. രാത്രി 9:30 123 യാത്രക്കാർ ലുഫ്താൻസ വിമാനത്തിൽ കയറിയപ്പോൾ ബസ് 1 ഇഞ്ച് പോലും നീങ്ങാതെ 8 മണിക്കൂർ വിമാനത്തിൽ നിന്ന് വീണ്ടും പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഒരു വിദൂര സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തതിന് വിമാനത്തിൽ അവർക്ക് രാത്രി ചെലവഴിക്കേണ്ടി വന്നു. ഇവരെ തിരികെ ടെർമിനലിലേക്ക് കൊണ്ടുപോകാൻ ബസ്സും ഇല്ലായിരുന്നു. എല്ലാ ബസ് ഡ്രൈവർമാരും ഇതിനകം വീട്ടിലേക്ക് പോയി. എയർബസ് ജീവനക്കാർ ബസ്സുകൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മ്യൂണിക്കിൽ അർദ്ധരാത്രി മുതൽ പുലർച്ചെ 5 മണി വരെ രാത്രി വിമാന യാത്രാ നിരോധനം കാരണം മ്യൂണിക്ക് വിമാനത്താവളം അടച്ചുപൂട്ടിയതായും എല്ലാ ബസ് ഡ്രൈവർമാരും വീട്ടിലേക്ക് പോയതായും യാത്രക്കാരെ ഒടുവിൽ അറിയിക്കുകയായിരുന്നു. എന്നാൽ അസൗകര്യത്തിന് ലുഫ്താൻസ ക്ഷമ ചോദിച്ചു. ജർമ്മനിയിൽ നിന്ന് അവധിക്ക് പോയ 34-കാരൻ നാട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ബെർലിനിൽ സ്വകാര്യ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തിരുന്ന കോട്ടയം കറവച്ചാൽ പുന്നവേലി സ്വദേശി ബിബിൻ തോമസ് ആണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഞായറാഴ്ച ജർമ്മനിയിലേക്ക് തിരികെ മടങ്ങാനിരിക്കെ കഴിഞ്ഞ ദിവസം മാമൂട്ടിലെ ഭാര്യ വീട്ടിലെത്തിയ ബിബിൻ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11-ന് വീട്ടിൽ ആരംഭിക്കുന്ന ശുശ്രൂഷകൾക്ക് ശേഷം പുന്നവേലി ലിറ്റിൽ ഫ്ലവർ സീറോ മലബാർ ദേവാലയത്തിൽ നടക്കും. 9 മാസം മുമ്പ് ജോലി കിട്ടി ജർമ്മനിയിലെത്തിയ ബിബിൻ 1 മാസത്തെ അവധിക്കാണ് നാട്ടിൽ പോയത്. റീനയാണ് ഭാര്യ. മൂത്ത മകൻ 6 വയസ്സുള്ള റേബൽ. 1 മാസം മുമ്പാണ് ഇളയ മകൾ ജനിച്ചത്. നെടുങ്കണ്ടം പുന്നവേലി ഇഞ്ചപ്പാറയ്ക്കൽ തോമസ് ജോൺ അന്നമ്മ തോമസ് ദമ്പതികളുടെ ഇളയ മകനാണ് ബിബിൻ. ബോബിൻ തോമസ് ഏക സഹോദരനാണ്. ബിബിന്റെ അപ്രതീക്ഷിത വേർപാടിലും ഞെട്ടലിലുമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും. ബിബിൻ നേരത്തെ ആലപ്പുഴയിലെ ഒരു സ്വകാര്യ ഹൗസ് റിസോർട്ടിൽ എക്സിക്യൂട്ടീവ് ഷെഫായി ജോലി നോക്കിയിട്ടുണ്ട്. തൂരിങ്ങലിലെ കൗഫ്ലാൻഡ് സൂപ്പർ മാർക്കറ്റിൽ അഫ്ഗാൻകാരൻ ആക്രമണം നടത്തി. കറുത്ത വസ്ത്രം ധരിച്ച് 27-കാരൻ അഫ്ഗാനി ടിന്നിലടച്ച എല്ലാ സാധനങ്ങളും ഷെൽഫുകളിൽ നിന്ന് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. തൂരിങ്ങൻ സംസ്ഥാനത്തിലെ ആൾട്ടൻബർഗിലെ കൗഫ്ലാൻഡ് സൂപ്പർ മാർക്കറ്റിലാണ് അഫ്ഗാനി അഴിഞ്ഞാടിയത്. ഏതാണ്ട് 15 മിനിറ്റോളം തുടർന്നു ഇയാളുടെ ആക്രമണം. ഷാമ്പയിൻ കുപ്പികളുടെ പലകൾ തട്ടിക്കളഞ്ഞു. പ്രിസർവുകളുടെ ജാറുകളും എറിയുകയും ചെയ്തു. കൗഫ്ലാൻഡ് സ്റ്റോറിൽ നടന്ന ഞെട്ടിക്കുന്ന സംഭവം വീഡിയോകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്രമി നേരിട്ട് ഉപഭോക്താക്കളെയൊന്നും ആക്രമിച്ചില്ല. ആർക്കും പരിക്കും ഏകദേശം 5000 യൂറോയുടെ നാശനഷ്ടം പോലീസ് കണക്കാക്കി. ഒടുവിൽ ഷോപ്പിംഗ് നടത്തിയിരുന്ന 2 പേർ ഒരുമിച്ച് അക്രമിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പോലീസിന് കൈമാറുകയും ചെയ്തു. തെമ്മാടിത്തരം കാണിച്ച അഫ്ഗാനിയെ മാനസിക രോഗിയെന്ന് മുദ്രകുത്തി ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അക്രമിയെ കീഴ്പ്പെടുത്തിയവരിൽ ഒരാൾ മുൻ ബുണ്ടസ്ലീഗ ഗുസ്തിക്കാരൻ ജർമ്മൻകാരനായ എറിക് മുള്ളർ ആയിരുന്നു.
ഹാനോവറിൽ 2 ദിവസത്തിനുള്ളിൽ 2ാം തവണയും ട്രാം സ്റ്റോപ്പിൽ കത്തിയാക്രമണം ഉണ്ടായി. ഹാനോവറിൽ 41 വയസ്സുള്ള ഒരാൾ തന്റെ 21 വയസ്സുള്ള ഇരയെ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. രാത്രിയാണ് സംഭവം. 17 വയസ്സുള്ള കൗമാരക്കാരൻ ഒരു പെൺകുട്ടിയെ ആക്രമിച്ചപ്പോൾ ട്രാം സ്റ്റോപ്പിൽ കാത്തുനിന്ന ഒരാൾ ആക്രമണം തടയാൻ ശ്രമിക്കുകയായിരുന്നു. കൗമാരക്കാരൻ ഒരു കത്തി പുറത്തെടുത്ത് ഇടപെട്ട ആളെ കുത്തുകയായിരുന്നു. ഒടുവിൽ പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തു. യൂറോപ്പിലേറെ പ്രശസ്തമായ ജർമ്മനിയിലെ സാറ്റൈൻസ് ടെലിവിഷൻ ചാനലിൽ കുട്ടികൾക്കുള്ള സംഗീത മത്സരമായ ദ വോയിസ് കിഡ്സ് ജർമ്മനിയുടെ വേദിയിൽ 10 വയസ്സുകാരനായ മലയാളി ബാലൻ നിവേദ് ഇമ്മാനുവൽ അഭിജിത്ത് മാറ്റുരയ്ക്കും. യൂറോപ്പിലെ ഏറ്റവും മികച്ച ബാലഗായക വേദികളിലൊന്നായ ദ വോയിസ് കിഡ്സ് ജർമ്മനി സീസൺ 14ന്റെ ബ്ലൈൻഡ് ഓഡിഷൻ വേദിയിലാണ് നിവേദ് അരങ്ങേറ്റം കുറിക്കുന്നത്. ഫെബ്രുവരി 28 ശനിയാഴ്ച ദ വോയിസ് കിഡ്സ് എന്ന മത്സരത്തിന്റെ നിലവിലെ സീസണിലെ 3ാം എപ്പിസോഡ് രാത്രി 8:15 ആരംഭിക്കുന്നത്. സാറ്റൈൻസ് ടെലിവിഷൻ ചാനലിലും ജോയിൻ എന്ന ആപ്പിലും പരിപാടി സംപ്രേഷണം ചെയ്യപ്പെടും. 7 മുതൽ 15 വരെ വയസ്സുള്ള കുട്ടികൾക്കായുള്ള ഈ മത്സരത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഓഡിഷൻ നൽകുമ്പോൾ ബ്ലൈൻഡ് ഓഡിഷൻ വേദിയിൽ ഇടം നേടുക എന്നത് അസാധാരണ പ്രതിഭയുടെ അടയാളമാണ്. കൊളോൺ, ബെർലിൻ എന്നിവിടങ്ങളിൽ നടന്ന ഒന്നിലധികം ഓഡിഷൻ റൗണ്ടുകൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് നിവേദ് ഈ ഘട്ടത്തിൽ എത്തിയത്. ജർമ്മനിയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ നിവേദ് ദ ലയൺ കിങ് ചിത്രത്തിലെ ഹകൂദ മതാദ എന്ന ഗാനമാണ് ആലപിക്കുക. ട്രംപറ്റ് വായനയിലും കരാട്ടെ, ഗ്രീൻ ബെൽറ്റ്, ഫുട്ബോൾ, നീന്തൽ, വായന എന്നിവയിലും തൽപരനായ നിവേദ് ഭാവിയിൽ ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം. ഫ്രാങ്ക്ഫർട്ടിനടുത്തുള്ള ബാഡ് ഹോംബർഗിൽ താമസിക്കുന്ന IT എഞ്ചിനീയർ ആയ അഭിജിത്ത് ശ്രീനിവാസന്റെയും ദന്തരോഗ വിദഗ്ധ ഡോക്ടർ ഹിത അഭിജിത്ത് ദമ്പതികളുടെയും മകനാണ് നിവേദ്. നക്ഷത്ര ക്രിസ്ത്യൻ സഹോദരിയാണ്. സ്വിറ്റ്സർലൻഡിലെ നഴ്സിംഗ് മേഖലയിൽ 30,500 വേക്കൻസികൾക്ക് ആളെ കിട്ടാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് സ്വിസ് ഹെൽത്ത് ഒബ്സർവേറ്ററി സംഘടനയായ ഒപ്സാൻ മുന്നറിയിപ്പ് നൽകി. 2030 ആകുമ്പോഴേക്കും ആശുപത്രികളിൽ 14%, ഓൾഡ് ഏജ് ഹെൽത്ത് കെയറിൽ 26%, കമ്മ്യൂണിറ്റി ഹെൽത്തിൽ 19% ആളുകളെ കിട്ടാത്ത അവസ്ഥ വർദ്ധിക്കുമെന്നാണ് പഠന റിപ്പോർട്ട്. അതേസമയം റിക്രൂട്ട്മെന്റുകൾ ഉദാരമാക്കണമെന്ന ആവശ്യം വിവിധ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും സർക്കാർ അനുകൂലമല്ല. നിലവിൽ EU, EFTA രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് മാത്രമാണ് സ്വിറ്റ്സർലൻഡിലെ നഴ്സിംഗ് മേഖലയിൽ തൊഴിലെടുക്കാൻ പെർമിറ്റ് ലഭിക്കുക. ലോകത്താദ്യമായി സ്വിറ്റ്സർലൻഡാണ് നഴ്സിംഗിനെ സംരക്ഷിത തൊഴിലായി പ്രഖ്യാപിക്കുന്നത്. 2021 നവംബറിൽ ഹിതപരിശോധനയിലൂടെയാണ് 61% വോട്ട് നേടി സ്വിസ് ജനത നഴ്സിംഗ് തൊഴിലിനെ ആദരിച്ചത്. എങ്കിലും സ്വിറ്റ്സർലൻഡിൽ നഴ്സിംഗ് ജോലിക്ക് ആളെ തികയാത്ത അവസ്ഥ തുടരുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800ാം മരണവാർഷികത്തോടനുബന്ധിച്ച് വിശുദ്ധന്റെ ഭൗതികാവശിഷ്ടം പരസ്യമടക്കത്തിനായി പ്രതിഷ്ഠിച്ചു. കർദിനാൾ ഏഞ്ചൽ ഫെർണാണ്ടസ് ആർത്തമയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഭൗതികാവശിഷ്ടം സംവഹിക്കപ്പെട്ടത്. തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായി നൂറുകണക്കിന് തീർത്ഥാടകരാണ് ബസിലിക്കയിലും പുറത്തുമായി തിങ്ങി നിറഞ്ഞത്. മാർച്ച് 22 വരെയാണ് ഭൗതികാവശിഷ്ടങ്ങൾ പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിക്കുന്നത്. തിരക്കൊഴിവാക്കാൻ തിരശേഷിപ്പ് വണക്കത്തിന് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിനോടകം 4 ലക്ഷത്തിലേറെ പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ധനിക കുടുംബത്തിൽ 1182 ജനിച്ച് തന്റെ സ്വത്തുവകകളെല്ലാം ദരിദ്രർക്കായി ദാനം ചെയ്ത് സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത വിശുദ്ധ ഫ്രാൻസിസ് അസീസി 1226 ഒക്ടോബർ 3 ഇഹലോകവാസം വെടിഞ്ഞത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട പ്രമുഖരിൽ ഒരാളാണ് കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ. മെക്സിക്കൻ ലഹരിമരുന്ന് മാഫിയ തലവൻ നെമസിയോ എൽ മെൻചോ ഒസേഗുവേരയെ വധിച്ചതായി മെക്സിക്കൻ സൈന്യം അറിയിച്ചു. 59 വയസ്സായിരുന്നു. എൽ മെൻചോയ്ക്ക് ഹലിസ്കോ സംസ്ഥാനത്തെ തപാൽബയിൽ സൈന്യവുമുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേൽക്കുകയായിരുന്നു. വിമാനമാർഗം മെക്സിക്കോ സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരിച്ചതെന്ന് സൈന്യം അറിയിച്ചു. ഇയാളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് അമേരിക്ക $1.5 കോടി പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. അധിനിവേശത്തിന്റെ 4ാം വാർഷികത്തിന് മുന്നോടിയായി റഷ്യ ഉക്രൈനിലെ നിരവധി പ്രദേശങ്ങൾ ആക്രമിച്ചു. അതേസമയം റഷ്യക്കെതിരായ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പാക്കേജ് ഹംഗറി തടഞ്ഞു. അധിനിവേശത്തിന്റെ 4ാം വാർഷികത്തിന് ഒരു ദിവസം മുമ്പാണ് ഉക്രൈനിലെ ഒഡേസ, ഖാർക്കിവ്, സംബോറിഷ പ്രദേശങ്ങളെ റഷ്യ ആക്രമിച്ചത്. അതേസമയം പുടിൻ 3ാം ലോകമഹായുദ്ധം ഇതിനകം ആരംഭിച്ചതായി ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പറഞ്ഞു. 2022 ഫെബ്രുവരി 24 റഷ്യ ആക്രമണത്തിലൂടെ ഉക്രൈന്റെ പ്രദേശം കൈയേറിയത്. US നാവികസേനയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡ് ഗ്രീക്ക് ദ്വീപായ ക്രീറ്റിലെ സൗദ ബേയിൽ നങ്കൂരമിട്ടു. സൈനിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കപ്പൽ അവിടെയുള്ള വലിയ നാവിക വ്യോമ താവളങ്ങളിൽ നിർത്തുന്നത് പുനർവിതരണത്തിനായിട്ടാണ്. യുദ്ധക്കപ്പലിന് 90 വിമാനങ്ങൾ വരെ വഹിക്കാൻ കഴിയും. ആണവ മിസൈൽ പദ്ധതികളെ ചൊല്ലി USഉം ഇറാനിയൻ ഭരണകൂടം തമ്മിലുള്ള തർക്കത്തിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ വരവ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ മേഖലയിൽ US സൈനിക സാന്നിധ്യം
സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിന്റെ വിന്യാസം ഉൾപ്പെടെ കൂടുതൽ യുദ്ധക്കപ്പലുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയും ഇറാനിയൻ ഭരണകൂടത്തിന്റെ അക്രമാത്മക ദൂരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും ഏത് നിമിഷവും ഇറാനെതിരെ ആഞ്ഞടിക്കാൻ US സൈന്യം സജ്ജമായിരിക്കുകയാണ്. ആജ്ഞാപിക്കാൻ പ്രസിഡന്റ് ട്രംപും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.